ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുർത്ത ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഓണായിട്ട് കുറച്ചധികം കുർത്തകൾ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ശരിക്കും നമുക്ക് ഓണം അതുപോലത്തെ ഫെസ്റ്റീവ് വെയറിനൊക്കെ പറ്റിയ കുർത്തകളാണ് കാണിക്കുന്നത് കേട്ടോ. ഇന്തോവര എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുർത്തകളാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ആമസോണിൽ ഇപ്പം ഗ്രേറ്റ് ഫ്രീഡം സെയിൽ പോയോണ്ടിരിക്കുകയാണ്. ഫാഷൻ ബ്രാൻഡുകൾക്കൊക്കെ ഏകദേശം ഒരു 70% ഒരു ഓഫ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ നടക്കണം നേരത്തെ മേടിക്കുക കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. ആദ്യം തന്നെ നമുക്കൊരു റെഡ് കുർത്തയെന്ന് തുടങ്ങാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളറാണ് അതേ ഈ ഒരു കുങ്കുമം കലർന്നിട്ടുള്ള ഒരു റെഡ് കളർ കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ് ഇത്. കുർത്ത പാൻറ് ദുപ്പട്ട സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ നെക്കിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം എംബ്രോയ്ഡറി വർക്കുകൾ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ. അപ്പോൾ ഇതിൻ്റെ കൈ നോക്കുകയാണെങ്കിൽ കൈയിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. കുറച്ച് ഒരു ഷൈനിങ് ഉള്ള പോലത്തെ ഒരു കുർത്തയാണ് ഇത് കേട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് പലാസോ പാൻറ്റാണ്. കുർത്തയുടെ മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റിനും വന്നിട്ടുള്ളത്. പാൻറ്റിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ തന്നെ ഒരു വർക്ക് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പട്ട വന്നിട്ടുള്ളത് ഓർഗാൻസയിലാണ്. ഇത് ഇങ്ങനെ നല്ലോണം ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇതിൻ്റെ റേറ്റ് 1799 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 1600 ഉള്ളിലൊക്കെയാണ് ഇപ്പോൾ റേറ്റ് നിൽക്കുന്നത്. പിന്നെ ഈ റെഡ് മാത്രമല്ല, റെഡിൻ്റെ തന്നെ പല വെറൈറ്റി റെഡുകളാണ് ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇന്തോവേരയുടെ തന്നെ സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് ഇത് കേട്ടോ. റസ്റ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഈ കളർ കണ്ടപ്പോൾ ഇഷ്ടം കൊണ്ടാണ് ഞാൻ അത് ചാടി പിടിച്ചത്. അല്ലെങ്കിൽ എനിക്ക് സിൽക്ക് മെറ്റീരിയൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ആളാണ്. ഇതിൻ്റെ നെക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ വർക്ക് വന്നിട്ടുണ്ട്, എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കൈയിൻ്റെ ഭാഗത്തും നെക്കിലെ പോലെ തന്നെയുള്ള വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കുർത്തയുടെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളത്. ബാക്കി ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ്. ബാക്കി ബാക്കിലും പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതൊരു സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇതിന് ഉള്ളിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാൻറ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുർത്തയുടെ സെയിം കളറിൽ തന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറ് വന്നിട്ടുള്ളത്. ഒരു ഷൈനിങ് ഉള്ള പോലെ തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഓർഗാൻസ മെറ്റീരിയലാണ്. നല്ലൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട്, എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കളറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു റെഡും പിന്നെ കുറച്ച് ബ്രൗണൊക്കെ മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് 999 രൂപയ്ക്കാണ്. ഇപ്പം റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, സെയിലായതുകൊണ്ട് 700-800 ഒക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നിൽക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ചെറിയ രീതിയിലുള്ള പാർട്ടികൾ, ഫെസ്റ്റിവൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ചെറിയ ഫങ്ഷൻസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കുർത്തയാണ്. എനിക്ക് ദേഹത്ത് ധരിച്ചപ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഇന്ന് വാങ്ങിയതിലുള്ള ഒരു കുർത്ത സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും നേരം കാണിച്ചത് മുഴുവൻ സിൽക്കാണ്. അപ്പോൾ എനിക്ക് സിൽക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമില്ല. എപ്പോഴും എനിക്ക് കോട്ടൺ ആണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്തോവേരയുടെ തന്നെ ഒരു കോട്ടൺ കുർത്ത സെറ്റാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ബ്ലാക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഈ ഒരു ലിങ്കിൽ ഒത്തിരി കളറുകളുണ്ട്. എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടമായി. ഏത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളൊക്കെ വന്നിട്ടുള്ള കുർത്ത സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ട്. വീനക്കാണ് ഈ കുർത്തയ്ക്ക് വന്നിട്ടുള്ളത്. 3/4 സ്ലീവാണ്. കൈയിൻ്റെ ഭാഗത്തേക്കും ഇതേപോലെ ഇങ്ങനെ ഒരു പട്ട കൊടുത്തിട്ടുണ്ട്. ഈ കുർത്തയ്ക്ക് ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കുട്ടി കുട്ടി വർക്കുകൾ വന്നിട്ടുണ്ട്. അടിഭാഗത്ത് ഇതേ ഒരു പട്ട പോലെ നമ്മൾ കൈമ കണ്ട പോലെ തന്നെ അടിഭാഗത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാൻറ് പലാസോ പാൻറ്റാണ് വന്നിട്ടുള്ളത്. കുർത്തയുടെ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റിനും. താഴെ ഭാഗത്തേക്ക് ഇതേ ഇങ്ങനെ ഒരു പട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഓർഗാൻസ മെറ്റീരിയലാണ്. ഇതിന് ഒരുപാട് കളർ ചേഞ്ചും ഉണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഒറ്റ ലിങ്ക് തന്നെയാണ്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഇന്ന് നമ്മൾ കാണിക്കാവുന്ന കുർത്തകളിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഇട്ടപ്പം സുഖം തോന്നിയ, അല്ലെങ്കിൽ നമുക്കിപ്പം ഏത് സമയത്തും ഇടാം എന്ന് പറയുന്ന ഒരു കുർത്ത സെറ്റാണ് ഈ ഒരു ബ്ലാക്ക് കേട്ടോ. ഇതിന് ഞാൻ വാങ്ങിയ നേരത്തെ റേറ്റ് ഉണ്ടായിരുന്നത് 1699 രൂപയാണ്. എക്സൽ സൈസാണ് വാങ്ങിയിട്ടുള്ളത്.
ഈ ഒരു കുർത്ത ശരിക്കും ഓണത്തിന് പക്ക ഓക്കെ ആയിട്ടുള്ള കുർത്തയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്രീം വൈറ്റ് എന്നൊക്കെ പറയണത് ഓണത്തിൻ്റെ തീമാണല്ലോ. അപ്പോൾ അതിന് പറ്റിയ ഒരു കുർത്ത സെറ്റാണ് ഇത്. സിൽക്ക് ബ്ലെൻഡ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു എംബ്രോയ്ഡറി വർക്കുകൾ വന്നിട്ടുണ്ട്. ലൈനിങ് ഉള്ള കുർത്തയാണ് ഇത് കേട്ടോ. കുറച്ച് നമ്മൾ മേലിട്ട് കഴിഞ്ഞാൽ ഒന്ന് പൊന്തി നിൽക്കണ പോലെ തോന്നിട്ട്, അങ്ങനെ ഒതുങ്ങി നിൽക്കല്ല, കുറച്ചൊന്ന് പൊന്തി നിൽക്കണ പോലത്തെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. 3/4 സ്ലീവ്സ് ആണ്. എനിക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ. ഓർഗാൻസ മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. കുട്ടി കുട്ടി എംബ്രോയ്ഡറി വർക്ക്സ് ദുപ്പട്ടയുടെ മുകളിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ് നോക്കുകയാണെങ്കിൽ പലാസോ പാൻറ്റാണ്. കുർത്തയുടെ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ വാങ്ങിയതിന് സമയത്ത് ഇതിൻ്റെ റേറ്റ് 999 രൂപയാണ്. അപ്പം സെയിലായതുകൊണ്ട് റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനും കളർ ചേഞ്ച് ഉണ്ട്. ക്രീം ഓണത്തിൻ്റെ തീമായതുകൊണ്ടാണ് ഞാൻ ക്രീം സെലക്ട് ചെയ്തത് കേട്ടോ. ഇൻഡോവേര കുർത്തകൾ ഞാൻ ഇതുവരെ കാണിച്ചതൊക്കെ എൻ്റെ സൈസ് XL എടുത്തപ്പോൾ എനിക്ക് എൻ്റെ സാധാരണ നമ്മൾ എടുക്കുന്ന ഡ്രസ്സിനെക്കാട്ടിലും കുറച്ച് ഒരു പൊടി ലൂസായിട്ടാണ് കിട്ടിയിരുന്നത് കേട്ടോ. അതെനിക്ക് ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഒത്തിരി ശരീരത്തോട് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന ഡ്രസ്സുകൾ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം എനിക്ക് കുറച്ച് ലൂസ് വേണം. ഇത്രയും കാണിച്ചിട്ടുള്ള എല്ലാ കുർത്തകളും അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് നിരാശ സംഭവിച്ചിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കാരണം ഇത് എനിക്ക് ഇടാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ സൈസ് ചേഞ്ച് ആക്കും, റിട്ടേൺ ചെയ്തിട്ട് ഒരു പൊടി സൈസും കൂടെ കൂടുതൽ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു നല്ലൊരു പർപ്പിൾ കളറിൽ വന്നിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള കുർത്ത സെറ്റാണ് കേട്ടോ. അപ്പം ഇതേ ഇങ്ങനെയാണ് ഇരിക്കണേ. കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത്. സിൽക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കിരികിരി വരില്ലേ, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ അങ്ങനത്തെ മെറ്റീരിയൽ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും കുറച്ച് കോട്ടൺ ഇത് മാത്രമാണ് ഇഷ്ടം. അപ്പം ഇത് സിൽക്ക് ബ്ലെൻഡ് ആകുമ്പം അത്ര കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നമുക്ക് റയോൺ മിക്സ് ആയിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് മൊത്തത്തിൽ ആ ഒരു കിരികിരി ഉണ്ട് ഇതിന്. ഇതിൻ്റെ കൈ വന്നിട്ടുള്ളത് 3/4 സ്ലീവ്സ് ആണ്. കൈൻ്റെ ഭാഗത്തേക്ക് ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. സ്ട്രേറ്റ് കുർത്തയാണ് ഇത്. ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് മാത്രമാണ് ഇതിന് വർക്ക് വന്നിട്ടുള്ളത്. ബാക്കി ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പലാസോ പാൻറ് ഇങ്ങനെയാണ് പാൻറ് ഇരിക്കുന്നത്. താഴം ഭാഗത്തേക്ക് നമ്മൾ കൈയിൻ്റെ മുകളിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു ലേസ്, ഗോൾഡൻ ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ലൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നിർഭാഗ്യവശാൽ ഞാനിത് റിട്ടേൺ ചെയ്യും. കാരണം എനിക്ക് കഴുത്തിൻ്റെ ഇങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും തുറന്ന് നോക്കാൻ നിന്നില്ല. നമുക്ക് എന്തായാലും പറ്റില്ല ഇടാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കുർത്തയുടെ കാര്യത്തിൽ 100% നിരാശയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം.